ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോട് നോർത്ത് നിയമസഭാ മണ്ഡലത്തിലേക്കാണ്. കോഴിക്കോട് നോർത്ത് മണ്ഡലം പൊതുവിൽ ഇടതുപക്ഷ ആഭിമുഖ്യം പ്രകടിപ്പിക്കാറുള്ള ഒരു മണ്ഡലമാണ്. കോഴിക്കോട് ജില്ല പൊതുവിൽ അതാണ്. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനകൾ അത് പങ്കുവയ്ക്കുകയാണ്. കാരണം കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അടക്കം കണ്ടതാണ്. അവിടെ UDFിൻ്റെ ഒരു മുന്നേറ്റം പൊതുവിലുണ്ടായിട്ടുണ്ട്. കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ ഭരണം പോലും നിലനിർത്തുന്നത് വ്യക്തമായ ഭൂരിപക്ഷമില്ലാതെയാണ് ഇടതുമുന്നണി. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസിന് ഒരു MLA പോലുമില്ല എന്നതാണ് സാഹചര്യം. ഇത്തവണ പക്ഷേ കോഴിക്കോട് വലിയ പ്രതീക്ഷകളുണ്ട് കോൺഗ്രസിന് എന്നതാണ്. നോർത്ത് മണ്ഡലം അടക്കം കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ നോർത്തിൽ മറ്റൊരു പരീക്ഷണത്തിന് കൂടി CPM തയ്യാറെടുക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മുൻ MLAയുമായ പ്രദീപ് കുമാർ വീണ്ടും നിയമസഭാ പോരാട്ടത്തിലിറങ്ങാനുള്ള സൂചന. അദ്ദേഹത്തിൻ്റെ പഴയ മണ്ഡലം തന്നെയായ കോഴിക്കോട് നോർത്ത് അദ്ദേഹം വീണ്ടും സ്ഥാനാർത്ഥിയായേക്കും. അതേസമയം കോൺഗ്രസിൻ്റെ നേതാവ് ജയന്തിനെ ഇവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിൽ ആലോചനകൾ നടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിയുടെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി പ്രദീപ് കുമാർ ജനകീയനാണ്. വലിയ രീതിയിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു പരിഗണനയൊന്നും കിട്ടുന്നില്ല എന്ന ആക്ഷേപം കൂടിയുണ്ട്. അപ്പോൾ ഇതിനിടയിൽ അദ്ദേഹം വീണ്ടും കളത്തിൽ ഇറങ്ങുമോ? മുൻ മേയറായിരുന്ന തോട്ടത്തിൽ രവീന്ദ്രനെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ പ്രദീപ് കുമാർ വരാനുള്ള സാധ്യത എത്രമാത്രം? ഒപ്പം ജയന്ത് എന്ന കോൺഗ്രസ് നേതാവ് കളത്തിലിറങ്ങുമ്പോൾ അത് UDFിന് നൽകുന്ന സാധ്യതകൾ എന്ത് എന്ന കാര്യം കൂടി പരിശോധിക്കാം. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, കോഴിക്കോടിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ മാറിമറിയുന്ന രാഷ്ട്രീയ സൂചനകൾ നൽകുന്ന ഇടമാണ്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രദീപ് കുമാർ വന്നാൽ അത് ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകൾ, അവിടെ ഈ ജയന്തരെ പോലെ ഒരാൾ വന്നാൽ ഒരു അട്ടിമറി നടത്താമെന്ന് കോൺഗ്രസ് കരുതുന്നിടത്താണ് പ്രദീപ് കുമാറിനെ ഇറക്കാൻ CPMും ആലോചിക്കുന്നത്. എന്താണ് കോഴിക്കോട് നോർത്ത് മണ്ഡലം പറയാൻ പോകുന്ന രാഷ്ട്രീയം? സജിത്ത്, അതിനു മുമ്പ് നമ്മൾ ഈ കണക്കുകളിലേക്കൊന്ന് കടക്കുകയാണെങ്കിൽ 2001 കോഴിക്കോട് ജില്ലയിൽ നിന്നും അവസാന കോൺഗ്രസ് MLA നിയമസഭയിലേക്ക് പോയത്. അത് 2 MLAമാരാണ് പോയത്. ഒന്ന് കൊയിലാണ്ടിയിൽ നിന്നും കോൺഗ്രസിൻ്റെ കരുത്തുറ്റ നേതാവായ P ശങ്കരനും സുജന പാൽ എന്ന അവരുടെ ഏറ്റവും പ്രമുഖനായ നേതാവുമാണ്. ആ 2001 ശേഷം പിന്നെ കോഴിക്കോട് ജില്ലയിൽ ഒരു കോൺഗ്രസ് MLAക്ക് പോലും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. അവിടെ അക്കൗണ്ട് പൂട്ടിച്ചത് പ്രദീപ് കുമാർ ആയിരുന്നു. അദ്ദേഹം പിന്നീട് തുടർച്ചയായി 3 തവണ മണ്ഡലത്തിൽ വെന്നിക്കൊടി പാറിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച കണ്ടു. ഇതിനുശേഷമാണ് കഴിഞ്ഞ തവണ തോട്ടത്തിൽ രവീന്ദ്രൻ